നമസ്കാരം, വെൽക്കം ടു ഫോർ ഡോട്ട്സ് വിഷൻ. കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ ടൗണിൽ ഉള്ള ബസ് സ്റ്റാൻഡാണ് നിങ്ങൾ ഈ കാണുന്നത്. കറുകച്ചാൽ ടൗണ് ഈ കാണുന്ന രീതിയിലുള്ള വികസനം ഉണ്ടായത് ഏകദേശം 60 വർഷം കൊണ്ടാണ്. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ടൗണായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കറുകച്ചാൽ. 1962-63 കാലഘട്ടത്തിലാണ് കറുകച്ചാലിലെ ആദ്യത്തെ ബേക്കറി ഉണ്ടാകുന്നത്. വർഗീസ് ഇഒ പെരുമ്പറാൽ നെടുങ്കുന്നം സ്വദേശിയാണ് കറുകച്ചാൽ പോലീസ് സ്റ്റേഷന് സമീപമുള്ള ചവണിക്കാമണ്ണിൽ ബിൽഡിംഗിൽ ആദ്യമായിട്ട് കറുകച്ചാലിൽ ബേക്കറി തുടങ്ങിയത്. അതുവരെ ബേക്കറി ഉൽപ്പന്നങ്ങൾ പരിചയമില്ലാതിരുന്ന കറുകച്ചാലിന് ബേക്കറി ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തിയത് അദ്ദേഹമാണ്. അതിനുശേഷം മല്ലപ്പള്ളി വഴിയിലേക്കുള്ള ബിൽഡിങ്ങിലേക്ക് മാറുകയും അവിടെ അത് മേഴ്സി ബേക്കറി എന്ന പേരിൽ ആണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ 1969 ആയപ്പോഴത്തേക്കും ജെസി ബേക്കേഴ്സ് എന്ന പേരിൽ ഈ സ്ഥാപനം അവിടെ തുടങ്ങുകയും ചെയ്തു. ആ കാലത്ത് ബേക്കറി ഉൽപ്പന്നങ്ങളെ കറുകച്ചാലിനും സമീപ പ്രദേശങ്ങളിലുള്ള ഗ്രാമങ്ങളിലേക്ക് പരിചയപ്പെടുത്തിയത് ജെസി ബേക്കേഴ്സ് ആയിരുന്നു. ബേക്കറിയിൽ നിന്ന് ലഭിച്ചിരുന്ന ചൂട് ബ്രെഡും ബണ്ണും അതുപോലെ തന്നെ ദിൽഖുഷും ഒക്കെ വളരെ രുചികരമായിട്ടുള്ള ബേക്കറി ഉൽപ്പന്നങ്ങളായിരുന്നു. അതുകൊണ്ട് ധാരാളം ഉപഭോക്താക്കളാണ് ഈ ബേക്കറിക്ക് അന്നും ഇന്നും ഉള്ളത്. ആ കാലത്ത് ജെസി ബേക്കേഴ്സ് എന്ന പേര് ഇട്ടെങ്കിലും കുരിയച്ചന്റെ ബേക്കറി എന്ന പേരിലാണ് നാട്ടുകാരെ വിളിച്ചിരുന്നത്. 1948 മുതൽ ബേക്കറി ഉൽപ്പന്നങ്ങളുമായിട്ട് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സപ്ലൈ നടത്തിയ അദ്ദേഹം കറുകച്ചാലിൽ തുടങ്ങിയ ഈ ബേക്കറിക്ക് ഇപ്പം 2 ബ്രാഞ്ചുകൾ ഉണ്ട്. കറുകച്ചാലിന് ബേക്കറി ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തിയത് ജെസി ബേക്കേഴ്സാണ്. അന്ന് വിവിധ തരത്തിലുള്ള ബിസ്ക്കറ്റുകളും കേക്കുകളും ഒക്കെ ഈ ബേക്കറി ലഭ്യമായിരുന്നു. ഈ ബേക്കറിക്ക് ശേഷം കറുകച്ചാലിൽ 2 ബേക്കറികളുടെ ഉണ്ടായി. ഒന്ന് എസപ്പാന്റെ ബേക്കറി, രണ്ടാമത്തത് മായ ബേക്കറി. കുറുപ്പിയേട്ടന്റെ മായ ബേക്കറി എന്ന പേരിലാണ് ആ കാലത്ത് കറുകച്ചാല് അറിയപ്പെട്ടിരുന്നത്. ജെസി ബേക്കറിക്ക് 2 ഔട്ട്ലെറ്റുകൾ ഇപ്പം കറുകച്ചാലിൽ പ്രവർത്തിക്കുന്നു. ഒന്ന് മല്ലപ്പള്ളി റൂട്ടിലും രണ്ടാമത്തെ കറുകച്ചാൽ ബസ് സ്റ്റാൻഡിനുള്ളിലും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.